കേരളത്തിലെ വലിയൊരു ജൂത വിഭാഗം ഉണ്ടായിരുന്നെങ്കിൽ CPM റാലി ഒഴിവായാൽ. ജൂത വിഭാഗം ഉണ്ടായാൽ മാത്രം പോലില്ല, അവർക്ക് പ്രഹരശേഷി ഉണ്ടാവണം. പ്രഹരശേഷി കണ്ട് ഭയക്കുന്ന ഒരു ടീമാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. എവിടെ അവരാദ്യം ദേ യൂസ് വയലൻസ്, ആൻഡ് ഇഫ് ദേ കൻ യൂസ് വയലൻസ് ദേ വിൽ സപ്രസ് ആൻഡ് ഒപ്രസ് ദെയർ എനിമീസ്. അല്ലെന്നുണ്ടെങ്കിൽ അവർ തോളിക്കൈയിടും, എന്നെയും നിന്നെയും അടിക്കാൻ ആരുണ്ടാന്ന്. ചൈനയിൽ അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവരെല്ലാവരെയും പിടിച്ചകത്തിട്ടിട്ടുണ്ട്. ചിലയിടത്ത് അങ്ങനെ പറ്റാത്തതുകൊണ്ട് ദേ ഓൾവേസ് മറ്റുള്ളവന്റെ വയലൻസിനുള്ള പൊട്ടൻഷ്യലാണ് കമ്മ്യൂണിസത്തിന്റെ നിലപാടുകളുടെ അടിസ്ഥാനമായിട്ട്. ആരെ അവർ പ്രീണിപ്പിക്കുന്നു അല്ലെങ്കിൽ ആരുടെ കൂടെ അവർ നിൽക്കുന്നു എന്നുള്ളത് അയാൾക്ക് വയലൻസ് പൊട്ടൻഷ്യൽ നോക്കിയായിരിക്കും. ലോക ചരിത്രത്തിൽ നോക്കിയാൽ എവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വയലൻസ് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ആക്രമിക്കാനുള്ള, ബോംബിടാനുള്ള കഴിവായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള കഴിവായിരിക്കും, അല്ലെങ്കിൽ കത്തിക്കാനുള്ള കഴിവായിരിക്കും, അല്ലെങ്കിൽ കൈവെട്ടാനുള്ള കഴിവായിരിക്കും. They are always dictated by the language of force, coercion and violence. Because they do the same thing. ഇത് രണ്ടും ഒരേ കാര്യമാണ്. എപ്പോഴും നമ്മൾ ഗുണ്ടകളുടെ ഇതിലല്ലേ, അവരെപ്പോഴും മറ്റവനെ വയലന്റ് ആണെങ്കിൽ അവന്റെ കൂടെ ചേരും, മോർ വയലന്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഈ തൊഴുന്നവനെ അടിക്കുന്നവനെ തൊഴും. എല്ലാ വയലന്റ് ഐഡിയോളജി അങ്ങനെ തന്നെയാണ്. വളരെ അതിനപ്പുറം നിൽക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.